കൊല്ലം വിളക്കുപാറയിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന 3 പേർ അറസ്റ്റിലായി. മഞ്ഞപ്പാറ ഷാജഹാൻ മനസ്സിലിൽ 38 വയസ്സുള്ള അനസ്, കടയ്ക്കൽ ആനപ്പാറ ഫൗസിയ മനസ്സിൽ 27 വയസ്സുള്ള ഫൈസൽ, മഞ്ഞപ്പാറ നാസിം മനസ്സിലിൽ 37 വയസ്സുള്ള നാസിം എന്നിവരാണ് അറസ്റ്റിലായത്. മൂവരും ഏരൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. മടത്തറ വേങ്കല്ല റാഷിദ് മനസ്സിൽ 20 വയസ്സുള്ള റാഷിദിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ഏപ്രിൽ 15-ന് രാവിലെ 7:15 വിളക്കുപാറയിലാണ് സംഭവം നടന്നത്. വിളക്കുപാറ അഞ്ചൽ കടയ്ക്കൽ ചടവങ്ങൽ റൂട്ടിൽ സർവീസ് നടത്തുന്ന അജ്മി ബസ്സിലെ കണ്ടക്ടറാണ് റാഷിദ്. അക്രമം നടന്ന സ്ഥലത്ത് ബൈക്കിലും സ്കൂട്ടിയിലുമായെത്തിയ 4-അംഗ സംഘം ബസ്സിൽ നിന്നും റാഷിദിനെ വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ റാഷിദിനെ ബസ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ബസ്സിൽ നിന്നും വലിച്ചിറക്കി തന്നെ റോഡിൽ കിടന്ന റബ്ബർ കമ്പ് ഉപയോഗിച്ച് 4 പേരും ചേർന്ന് ക്രൂരമായാണ് മർദ്ദിച്ചതെന്നും താനുമായി പ്രണയത്തിലായ പെൺകുട്ടിയുടെ പേര് പറഞ്ഞാണ് മർദ്ദിച്ചതെന്നും അക്രമികളുമായി മുൻപരിചയം ഇല്ലെന്നും മർദ്ദനമേറ്റ റാഷിദ് പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. തുടർന്ന് ഏരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ പ്രതികൾ ഒളിവിൽ പോവുകയും വ്യാഴാഴ്ച ഏരൂർ സ്റ്റേഷനിൽ പ്രതികൾ കീഴടങ്ങുകയായിരുന്നു. വണ്ടികൾ കൊണ്ടുവന്ന് അവിടെ പാർക്ക് ചെയ്ത് റബ്ബർ വടി ഇവിടെ കിടന്ന തന്നെ. ഇവിടെ ഏകദേശം എത്ര മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവിടെ നമ്മള് 4:45 എത്തിയെങ്കിലും ഒരു 7 മണി വരെ നമ്മള് അവർ വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തു. കേസിലെ മറ്റൊരു പ്രതിയായ മഞ്ഞപ്പാറ സ്വദേശി നജീബ് കോടതിയിൽ നിന്നും നേരത്തെ ജാമ്യം നേടിയിരുന്നു. ന്യൂസ് കേരളം 24.